ഇത് നമ്മളുടെ ക്ലാസ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്. ഇതിലൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ സ്ക്വയർ പ്രിസം 25 mm ക്രോസ് 30 mm സൈഡ് ആൻഡ് 50 mm ലോങ് is lying on the ground plane on one of its rectangular faces in such a way that one of its 25 mm cross 30 mm faces is parallel to and 10 mm behind picture plane. Parallel to and 10 mm behind the picture plane. The central plane is 60 mm away from the axis of the prism towards the left. Draw the perspective view of the prism if the station point is located 55 mm in front of the picture plane and 40 mm above the ground plane. The prism is resting on the ground plane on its 25 mm cross 50 mm rectangular face. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു 3D വ്യൂ ഓബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നത്. ഓബ്ജക്റ്റിന്റെ ഗ്രൗണ്ട് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ട് പ്ലെയിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ ആദ്യം സ്റ്റേഷൻ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്റ്റേഷൻ പോയിന്റ് ഇസ് ലൊക്കേറ്റഡ് 55 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ ആണ്. ഇപ്പോൾ CV യിൽ നിന്ന് പിക്ചർ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് 55 ആണ്. അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രൗണ്ട് പ്ലെയിനിന് 40 mm എബവ് ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 40 mm ആയിട്ട് മാർക്ക് ചെയ്യും. ഇപ്പോൾ സ്റ്റേഷൻ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓൾറെഡി PP ഇവിടെ ഉണ്ട്, പിക്ചർ പ്ലെയിന്, സെൻട്രൽ പ്ലെയിൻ ഉണ്ട്. ഇനി ഓബ്ജക്റ്റിന്റെ കാര്യത്തിലാണ് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ ഓബ്ജക്റ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഒരു റെക്ടാങ്കുലർ പ്രിസം. റെക്ടാങ്കുലർ പ്രിസത്തിന് 50 mm ലെങ്ത്, 25 mm ബ്രെഡ്ത്ത്, 30 mm ഹൈറ്റ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ 50 ക്രോസ് 25 mm റെക്ടാങ്കുലർ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓബ്ജക്റ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഓബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നത്. ഈ ഓബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് 50, ഇത് 25. അപ്പോൾ ആ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് 50 ക്രോസ് 25 ആണ് വിസിബിൾ ആകും. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ 25 ക്രോസ് 30 mm ഫേസ്, ഈ ഒരു ഫേസ് ഇവിടെ രണ്ട് ഫേസ് 25 mm ക്രോസ് 30 mm ഫേസ് ഉണ്ട്. അതിലൊരു ഫേസ് പാരലൽ ടു ആൻഡ് 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. ഈ പിക്ചർ പ്ലെയിന് പാരലൽ ആയിട്ടും 10 mm ബിഹൈൻഡും ആയിട്ടാണ് ഒരു ഫേസ് 25 ക്രോസ് 30 mm ഫേസ്. അപ്പൊ അത് ഫ്രണ്ട് വ്യൂവിലാണ് ഈ 25 mm ക്രോസ് 30 mm ഫേസ് നമുക്ക് വിസിബിൾ ആവുക. ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആവുന്ന 50 ക്രോസ് 25 mm ഫേസ് ആണ്. അപ്പൊ പിന്നെ ഒരു കാര്യം, ഇതിന്റെ ലെഫ്റ്റിലാണോ സെൻട്രൽ പ്ലെയിൻ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഓബ്ജക്റ്റ് അതിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ദ സെൻട്രൽ പ്ലെയിൻ ഈ 60 mm അവേ ഫ്രം ദി ആക്സിസ് ഓഫ് ദി പ്രിസം ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അപ്പം ഈ പ്രിസത്തിന്റെ ആക്സിസിന് 60 mm ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് സെൻട്രൽ പ്ലെയിൻ. അപ്പം ആക്ച്വലി സെൻട്രൽ പ്ലെയിനിന് 60 mm റൈറ്റിലായിരിക്കും ഓബ്ജക്റ്റ്. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ നോക്കുമ്പോൾ സെൻട്രൽ പ്ലെയിന് 60 mm റൈറ്റിലായിരിക്കും ഓബ്ജക്റ്റ്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. അത്ര ആ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിന്റെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലേക്ക് പോകാം. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പിക്ചർ പ്ലെയിൻ PP. നെക്സ്റ്റ് സെൻട്രൽ പ്ലെയിൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സെൻട്രൽ പ്ലെയിൻ ചെയിൻ ലൈൻ, CP ചെയിൻ ലൈൻ. നെക്സ്റ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് CV. ഇനി ഞാൻ പറഞ്ഞു ഈ സെൻട്രൽ പ്ലെയിന് 60 mm റൈറ്റിലാണ് ഈ ഓബ്ജക്റ്റിന്റെ ആക്സസ്. 60 mm റൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഓബ്ജക്റ്റിന്റെ ആക്സസ് 60 mm ലെഫ്റ്റിലാണ് സെൻട്രൽ പ്ലെയിൻ. രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ സെൻട്രൽ പ്ലെയിനിന് 60 mm റൈറ്റിലായിട്ട് നമുക്ക് ഇതിന്റെ ആക്സസ് മാർക്ക് ചെയ്യും. ആക്സസ് ഇതാണ് ആക്സസ് ഓഫ് ദി ഓബ്ജക്റ്റ്. അപ്പൊ അതിന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ 10 mm ബിഹൈൻഡ് ആയിട്ട് ഈ പിക്ചർ പ്ലെയിന് പാരലായിട്ട് വേണം ഈ 25 mm റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ 10 mm ബിഹൈൻഡ് ആയിട്ട് പിക്ചർ പ്ലെയിനിന് പാരലായിട്ട് 25 mm. ഇപ്പൊ 25 12.5 ആയിട്ട് വരച്ചാൽ മതി. അല്ലെങ്കിൽ ആദ്യം ഇത് വരച്ചതിന് ശേഷം ഇത് വരച്ചാൽ മതി. ഇത് ടോട്ടൽ 25 വരണം. 25 50 mm ഹൈറ്റിൽ ഈ ഓബ്ജക്റ്റ് 50 mm. ടോപ്പ് വ്യൂവിൽ നമുക്ക് എപ്പോഴും വിസിബിൾ ആവുക ഈ 25 ക്രോസ് 50 ആണ്. ഇതാണ് ടോപ്പ് വ്യൂ ഓഫ് ദി ഓബ്ജക്റ്റ്. ആ ടോപ്പ് വ്യൂവിനെ നെയിം ചെയ്യുമ്പോൾ ഇത് 10 mm ആണ്, ഇത് 25, ഇത് 50.
60 mm ആണ് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി നെയിം ചെയ്യുമ്പോൾ 1 2 3 4 വിസിബിൾ ആവും, കറസ്പോണ്ടിങ് ABCD ഇൻവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ നെയിം ചെയ്യുമ്പോൾ 1A 2B 3C D 4 in bracket D. ഇതാണ് ഇവിടെ ഫിഗർ ആയിട്ട് വരുന്നത്. ഇനി അതിൽ നെക്സ്റ്റ് ഇതിന്റെ സ്റ്റേഷൻ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുകയാണ്. 55 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ. അപ്പോൾ CV ന്ന് 55 mm ഇൻ ഫ്രണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതാണ് CV ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, സോറി CV ഇത് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. അപ്പോൾ CV ന്ന് 55 mm ഇൻ ഫ്രണ്ട് ആയിട്ട് സ്റ്റേഷൻ പോയിന്റ്. ഇതാണ് ടോപ്പ് വ്യൂ ഓഫ് സ്റ്റേഷൻ പോയിന്റ്. അപ്പം ഇത് ഇത്രയും ഡിസ്റ്റൻസ് 55 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഈ പറയുന്ന വിഷ്വൽ റേസ് സ്റ്റേഷൻ പോയിന്റ് ആയിട്ട് വിഷ്വൽ റേസ് കണക്ട് ചെയ്യുക. വിഷ്വൽ റേസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ റേസ് കണക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു വിഷ്വൽ റേസ് കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഇത് നെയിം ചെയ്യുമ്പോൾ 41 D1 ആണ്. ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് 31 C1 ആണ്. നിങ്ങൾ കറക്റ്റ് വരച്ച് നോക്കി, ചിലപ്പോൾ അപ്പോഴും ഇപ്പോഴും ഇന്റർചേഞ്ച് ചെയ്തിട്ടൊക്കെ വരും. അത് നിങ്ങൾ വരയ്ക്കുന്നതാണ് കറക്റ്റ്. കാരണം കറക്റ്റ് ഡയമെൻഷൻ ഒക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ ചിലപ്പം 11 A1 ഈ സൈഡിലും 31 C1 ഈ സൈഡിലും ഒക്കെ വരാം. അത് വരച്ച് നോക്കുക തന്നെ വേണം. 11 A1 ഫൈനലി 21 B1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഗ്രൗണ്ട് പ്ലെയിനിലേക്ക് പോകുകയാണ്. ഗ്രൗണ്ട് പ്ലെയിനിൽ നമുക്കറിയാം ഫ്രണ്ട് വ്യൂ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഗ്രൗണ്ട് പ്ലെയിനായിട്ട് ലൈനായിട്ടാണ് വിസിബിൾ ആവുക. അപ്പം അതിന് നമ്മൾ ഗ്രൗണ്ട് ലൈൻ എന്ന് പറയും. ഗ്രൗണ്ട് ലൈൻ GL, ഗ്രൗണ്ട് ലൈൻ GL. ഇതാണ് ഗ്രൗണ്ട് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിന് ഈ ഒരു ഒബ്ജക്റ്റിന് ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ ശ്രദ്ധിക്കുക, 25x30 ആണ് വിസിബിൾ ആവുക. അപ്പോൾ 30 mm ഹൈറ്റിൽ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വിസിബിൾ ആവും. അപ്പം അതിൻ്റെ നെയിമിങ്ങിൽ ശ്രദ്ധിക്കുക, 1A4D വിസിബിൾ ആവും. അപ്പോൾ ഹിയർ 1 വിസിബിൾ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ 1 വിസിബിൾ, ദെൻ A visible. 1 dash A dash visible. Next 4 visible. Then 4 visible. Then D dash visible. Corresponding to 1 and corresponding to 2 invisible ആണ്. അപ്പോൾ 1 dash in bracket 2 dash. The 4 dash in bracket 3 dash. Similarly D dash in bracket C dash. Similarly A dash in bracket B dash. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് സ്റ്റേഷൻ പോയിന്റിന്റെ ഇതിപ്പോൾ 40 mm ഹൈറ്റ് ആണ്, ഇത് 30 mm ഹൈറ്റ്. അപ്പം 40 mm ഹൈറ്റിൽ നമുക്ക് ഹൊറിസോണൽ ലൈൻ റെപ്രസെന്റ് ചെയ്യണം. 40 mm ഹൈറ്റിൽ ഇപ്പോൾ ഹൊറിസോണൽ ലൈൻ ചെയിൻ ലൈനായിട്ടും റെപ്രസെന്റ് ചെയ്യുക. ഇത് ഹൊറിസോണൽ ലൈൻ HL ഹൊറിസോണൽ ലൈൻ. ആ ഹൊറിസോണൽ ലൈനിലേക്ക് സ്റ്റേഷൻ പോയിന്റിന് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. SP dash. P height 40 mm ആണ്. 40 mm height, 40 mm above the ground line. നമുക്കിത് ഈ ഒരു SP dash ആയിട്ട് കണക്ട് ചെയ്യാം. ഈ ഒരു വിഷ്വൽ റേസ്, ഫ്രണ്ട് വ്യൂസ് ഓഫ് വിഷ്വൽ റേസ് കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ ഓബ്ജക്റ്റ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു, വിഷ്വൽ റേസ് അടക്കം. ഇനി ഞാൻ പറഞ്ഞു, ഇനി ഈ ഓരോ കട്ട് ചെയ്യുന്ന പോയിന്റ്സിനെ വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രൊസീജിയറിൽ നമ്മൾ നെക്സ്റ്റ് ഇതൊരു ഒബ്ലിക്ക് പിരമിഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അതിന് സെക്ഷൻ ചെയ്യും. അപ്പോൾ ഈ പിക്ചർ പ്ലെയിൻ വെച്ച് സെക്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഓരോ വിഷ്വൽ റേസ് ഇത് സ്ലാൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യും. ഇപ്പോൾ 21 B1
B1. അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ 2യുടെയും ബിയുടെയും ലോക്കസിലേക്ക് പ്രൊജക്ട് ചെയ്യും. ഇതാണ് ബിയുടെ ലോക്കസ്, ബി ഡാഷ് എസ് പി ഡാഷ്. ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് ബി ആണ്, ക്യാപിറ്റൽ ബി. 2 ഡാഷ് എസ് പി ഡാഷ്, ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് 2 ആണ്, ക്യാപിറ്റൽ 2. ഓക്കെ. സിമിലർലി 1A1, ഇപ്പോൾ 1A1 കട്ട് ചെയ്യുന്ന പോയിന്റ് ഇത്. ഇപ്പം ഇവിടെ A1 എ ഡാഷിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എ, ഇവിടെ 1. അപ്പോൾ ഈ ഒരു ഇതാണ് 1 ഡാഷ് ഇൻ ബ്രാക്കറ്റ് 2 ഡാഷ്. അപ്പം അതിൻ്റെ ആ ഒരു ലോക്കസിനെ കട്ട് ചെയ്യുന്നത്, ആ ലോക്കസിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും 1, ക്യാപിറ്റൽ 1. നെക്സ്റ്റ് 41D1 ഇവിടെയുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റ് ഡി ഡാഷ് എസ് പി ഡാഷിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ക്യാപിറ്റൽ ഡി, ഇത് 4. സിമിലർലി ഇവിടെ ഒരു B1 C1 ഉണ്ട്. അപ്പോൾ ഇത് 31 C1 ആണ്, 31 C1. അപ്പോൾ 31നെ കട്ട് ചെയ്യുന്നത് ഇതാ, ഈ ലോക്കസ് 3 ഇവിടെ കിട്ടും, ഇവിടെ സിയുടെ ലോക്കസ് സി ഇവിടെ കിട്ടും. ഇനി നമ്മളിത് കണക്ട് ചെയ്യുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷ്വൽ റേസ് പാസ് ചെയ്യുന്ന അല്ലെ കറക്റ്റ് ടച്ച് ചെയ്യുന്ന പോർഷൻ വിസിബിൾ ആവും. നമുക്ക് ഈ ഒരു ഫേസും വിസിബിൾ ആണ്. ടോപ്പ് ഫേസ് ഓൾവേസ് വിസിബിൾ ആണ്. അപ്പം ടോപ്പ് ഫേസിൽ 1 2 3 4 ആണ്. അപ്പോൾ 1 2 3 4 ഈ ഒരു ഫേസ് നമ്മൾ തിക്ക് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. വിസിബിൾ ആകുന്ന ടോപ്പ് ഫേസ്, ഓബ്ജക്റ്റിന്റെ ടോപ്പ് ഫേസ് വിസിബിൾ ആവും. ഓബ്ജക്റ്റിന്റെ ടോപ്പ് ഫേസ് വിസിബിൾ ആവും. അപ്പോൾ അത് ആ ഒരു പോർഷൻ വിസിബിൾ ആവും. നെക്സ്റ്റ് വിസിബിൾ ആകുന്നത് ഈ 1A 4D ഫേസ് ആണ്. അപ്പോൾ 1A 4D എന്ന് പറഞ്ഞാൽ ഈ ഫേസ് വിസിബിൾ ആവും, ഈ ഫേസ് വിസിബിൾ ആവും. നെക്സ്റ്റ് 1A 2B ഫേസ്, 1A 2B ഈ ഒരു ഫേസും വിസിബിൾ ആവും. 1A 2B എന്ന് പറയുന്ന ഈ ഒരു ഫേസും വിസിബിൾ ആവും. ഇനി ഇൻവിസിബിൾ ആകുന്നത് 2B 3C ഫേസ്. ഇപ്പൊ 2B 3C എന്ന് പറയുന്നത് നമ്മൾ അവിടെ ബ്രോക്കൺ ലൈനിൽ കാണിക്കണം, ആ ഒരു ഫേസ് ബ്രോക്കൺ ലൈൻ. സിമിലർലി പിന്നെ വരുന്നത് 3C 4D എന്ന് പറഞ്ഞ ഫേസും ഇൻവിസിബിൾ ആണ്. അപ്പൊ 3C 4D എന്ന് പറഞ്ഞ ആ ഒരു ഫേസും ഇൻവിസിബിൾ. ഈ ഒരു ഫേസും ഇൻവിസിബിൾ, ബ്രോക്കൺ ലൈൻ. ഇത്രയാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇതിൽ ഈ ഒരു 3D ഒബ്ജക്റ്റ് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു പിക്ചർ പ്ലെയിൻ, ഈ പിക്ചർ പ്ലെയിനിന് ഒരു 10 mm ബിഹൈൻഡ് ആണ് ആ 14DA എന്ന് പറഞ്ഞ ഫേസ്. ആ ഒരു 10 mm ബിഹൈൻഡ് എന്ന് പറയുന്ന ഒരു ഫീൽ കറക്റ്റായിട്ട് അവിടെ ആ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ 10 mm ബിഹൈൻഡ് ഓൾസോ പാരലൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽ അവിടെ കിട്ടണം. വരച്ച് വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് അവസ്ഥ കറക്റ്റായിട്ട് പിന്നെ ഫേസ് നമുക്ക് വിസിബിൾ ആവും. ഒരു 10 mm ബിഹൈൻഡും പിന്നെ പാരലൽ വേണം. പിന്നെ ഇൻവിസിബിൾ ആകുന്ന ഫേസ് കറക്റ്റ് ബ്രോക്കൺ ലൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഇവിടെ വളരെ ഈസിയാണ്. കാരണം ഇവിടെ നമുക്കറിയാം ഈ വിഷ്വൽ റേസ് ടച്ച് ചെയ്യുന്ന ഫേസ് മാത്രമാണ് വിസിബിൾ ആകുന്നത്, ഇൻവിസിബിൾ ആകും. ടോപ്പ് ഫേസ് ഓൾവേസ് വിസിബിൾ ആണ് ഈ കേസിൽ, കാരണം മുകളിൽ താഴേക്കാണ് നോക്കുന്നത്. അപ്പോൾ ടോപ്പ് ഫേസ് വിസിബിൾ ആകും ഒബ്ജക്റ്റ്. ഇതാണ് ഫൈനൽ ആൻസർ. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകും. താങ്ക് യു.